ആന ഷോക്കേറ്റ് ചരിഞ്ഞതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത തോട്ടം തൊഴിലാളിയെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് സിനിമാ സ്റ്റൈലിൽ ഇറക്കിക്കൊണ്ടുവന്ന KU ജനീഷ് കുമാർ MLA ഇപ്പോൾ മലയോര ജനതയ്ക്ക് ഹീറോയാണ്. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിയമലംഘനമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഫോറസ്റ്റുകാരോടുള്ള എതിർപ്പ് കാരണം നാട്ടുകാർ MLAയ്ക്കൊപ്പമാണ്. വനപാലകർ പറയുന്ന വസ്തുതകളൊക്കെ ബധിരകർണങ്ങളിൽ പതിക്കും. ശരിക്കും എന്താണ് പാടത്ത് സംഭവിച്ചത്? MLA ഈ ബഹളമൊക്കെ കൂട്ടിയത് ആർക്കു വേണ്ടിയാണ്? മലയോര ജനതയ്ക്ക് വേണ്ടിയോ അതോ തനിക്ക് വേണ്ടപ്പെട്ട കൈതച്ചക്കച്ചോട്ടം ഉടമയെ കേസിൽ നിന്ന് ഊരിയെടുക്കാനോ? നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും. മെയ് 10 ഉച്ചയ്ക്കാണ് കലഞ്ഞൂർ പഞ്ചായത്ത് 6-ാം വാർഡ് കുളത്തുമൺ ശിവക്ഷേത്രത്തിന് സമീപത്ത് കാട്ടുകൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം ഹൈറേഞ്ച് സർക്കിളിലെ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അൻമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന ചരിഞ്ഞത് ഹൈ വോൾട്ട് ഷോക്കേറ്റാണെന്ന് കണ്ടെത്തി. സാധാരണ സൗരോർജ്ജ വേലിയിൽ കൂടി ബാറ്ററിയിൽ നിന്ന് കടത്തിവിടുന്നത് 9 വോൾട്ട് വൈദ്യുതിയാണ്. ഇതേറ്റാൽ ആന ചരിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് അധികൃതർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. നടുവത്തുമൊഴി വനം റേഞ്ചിലെ പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കണ്ട കാട്ടാനയുടെ ജഡത്തിന് 3 ദിവസം പഴക്കമുണ്ടായിരുന്നു. 25-നും 30-നും ഇടയിൽ പ്രായമുള്ള ആനയാണ് ചരിഞ്ഞത്. ഇതേപ്പറ്റി വിശദമായ അന്വേഷണത്തിന് വനം വിജിലൻസ് വിഭാഗത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ ചുമതലപ്പെടുത്തിയിരുന്നു. നേരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിയോഗിച്ച 3-അംഗ സമിതി നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണിത്. കാട്ടാന ചരിഞ്ഞത് കണ്ടെത്തുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലും കാലതാമസം നേരിട്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും വിജിലൻസ് വിഭാഗം പരിശോധിക്കുന്നുണ്ട്. വനപാലകരുടെ അന്വേഷണം സ്വാഭാവികമായും ആന ചരിഞ്ഞുകിടന്ന സൗരോർജ്ജ വേലിയിലേക്കും കൈതച്ചക്ക തോട്ടത്തിലേക്കും അതിന്റെ ഉടമയിലേക്കും ചെല്ലും. കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങുമ്പോൾ ഈ തോട്ടവുമായി ബന്ധപ്പെട്ട ഉടമ, തൊഴിലാളികൾ, പരിസരവാസികൾ എന്നിവരിലേക്കും ചെല്ലും. അതിന്റെ ഭാഗമായിട്ടാണ് കൈതച്ചക്ക തോട്ടത്തിലെ തൊഴിലാളികളെ ഓരോന്നായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. കേസ് എടുത്തുവെന്ന് അറിഞ്ഞതോടെ ഉടമ മുങ്ങി. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് എന്നാണ് വിവരം. ഊർജിതമാക്കിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കൈതച്ചക്ക തോട്ടത്തിലെ തൊഴിലാളിയായ തമിഴ്നാട്ടുകാരനെ കഴിഞ്ഞ 13-ന് വനപാലകർ കസ്റ്റഡിയിലെടുത്തത്. ഈ വിവരം അറിഞ്ഞാണ് MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തിയത്. തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ കാണിക്കാൻ MLA ആവശ്യപ്പെട്ടു. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്നും MLA സൂചിപ്പിച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും മഹസർ എഴുതുന്നതേ ഉള്ളുവെന്നും തൊഴിലാളിയുടെ മൊഴിയിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ വസ്തുതകൾ ഉണ്ടെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചതോടെ MLA മേശയിൽ അടിച്ച് ആക്രോശിക്കുകയായിരുന്നു. തോന്നിയാസമാണോ കാണിക്കുന്നത്? മനുഷ്യൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയുണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കുമെന്നും വീണ്ടും നക്സൽ ആക്രമണം ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. തൊഴിലാളിയെ കസ്റ്റഡിയിലെടുത്ത നടപടിക്രമങ്ങളും അറസ്റ്റും നിയമവിധേയമാണോ എന്ന് പരിശോധിക്കാൻ MLA ഒപ്പമുണ്ടായിരുന്ന DYSP രാജപ്പൻ റാവുത്തറിനോട് നിർദ്ദേശിച്ചു. കാട്ടാന കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. കാട്ടാന ആക്രമിച്ചാലും ജനങ്ങൾക്കാണ് കുറ്റം. ഒറ്റ ദിവസം മാത്രം 13 പേരെയാണ് നിങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്താണ് താൻ വരുന്നതെന്നും പറഞ്ഞ MLA കസ്റ്റഡിയിൽ എടുത്ത തൊഴിലാളിയെ ഇറക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. ഫോറസ്റ്റുകാർ പറയുന്നതനുസരിച്ച് ആന ചരിഞ്ഞത് എങ്ങനെയെന്നും തോട്ടം ഉടമയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള പങ്കും കസ്റ്റഡിയിലെടുത്ത തൊഴിലാളി പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴിയും മഹസറും രേഖപ്പെടുത്തുമ്പോഴാണ് MLA പാഞ്ഞെത്തി തടഞ്ഞത്. തൊഴിലാളിയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഫോറസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. തൊഴിലാളി അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടെ കളി മാറും. ഉടമയടക്കം എല്ലാവരും കുടുങ്ങും. ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോകും. സ്വാഭാവികമായും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി റിപ്പോർട്ട് ചോദിക്കും. അപ്പോൾ ജീവനക്കാരൻ അറസ്റ്റിലായതും അയാളുടെ മൊഴിയുമൊക്കെ കോടതിക്ക് മുന്നിലെത്തും. ഇതോടെ ജാമ്യ ഹർജി തള്ളിപ്പോവുകയും ചെയ്യും.